മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടത്രേ. समस्त शरीर रक्तपाई शेष पर्यंत मनुष्यमार्गर पापर निवारण से भोगेले സകല ജാതി മത വർഗ വ്യത്യാസമുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടത്രേ യേശു ഈ രക്തത്തെ ഒഴുക്കിയത്. യേശുവിന് കല്ലറയുടെ മേൽ അധികാരമുണ്ട്. यीशु को जो लाजर को जो समाधि ऊपर मध्य अधिकार നിങ്ങളുടെ രോഗങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. आपणमार्गर समस्त रोगों ऊपर प्रमुख अधिकार നിങ്ങൾ അനുഭവിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം എടുത്ത് വായിക്കാം. पवित्र शास्त्र में गोटे भाग को पाठ करने जीवा വിശുദ്ധ തിമോഥെയോസ് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. दाऊदଙ୍କ संतान होई मृत्यु मरण करी पुनरुत्थित होइते प्रभु यीशु क्रिस्तु को मन करू ताहा ही मोर सुसमाचार. വേദ പുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ തിമോഥെയോസിന് തന്റെ നിജപുത്രനായിരുന്ന തിമോഥെയോസിനെ അപ്പോസ്തലനായിരുന്ന പൗലോസ് ഒരു ദൂത് എഴുതപ്പെടുമ്പോൾ യേശുക്രിസ്തു ആകുന്നു എന്റെ സുവിശേഷം എന്ന് അവിടെ വ്യാഖ്യാനിക്കുന്നു. प्रेरित पौल है कि जे द्वितीय तिमोथी को पत्र लिखि जणेवा द्वारा एथिरे एमती लिखा जाई अछि प्रकाशित करा जाई अछि തിമോത്തി മോർ ആത്മിക പുത്ര സ്വരൂപേ സേ പത്രിക ദ്വാര സമസ്തଙ୍କୁ ജണേ ദിയാ ജാവു. ആകയാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഒരു ഭാഗം മാത്രം തന്നെ ആയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ആജി സുദാ രാത്രിയുടെ അപ്പണമാനക്ക് എപ്പരി ഹി മു പ്രചാരിത କରିବାକୁ ഇച്ഛാ കरूचे യേശു ക്രിസ്തു ഹി സമസ്തଙ୍କର രക്ഷാകർത്ത. യേശുവിനെ എവിടെ ഓർക്കുന്നോ അവിടെ എല്ലാം അത്ഭുതങ്ങൾ നടക്കും. യേശു ക്രിസ്തുଙ୍କୁ जो जो സ്ഥാനയുടെ സ്മരണ करा जाए सही सही സ്ഥാനയുടെ നിശ്ചിത രൂപേ ആശ്ചര്യ കർമ്മ हुए. ആര് എവിടെ ഓർക്കുന്നു ആ മേഖലകളിൽ മണ്ഡലത്തിനകത്ത് വിടുതലുകൾ നടക്കും. जो जगह यीशु क्रिस्तु को मन करे सही जगह निश्चित रूपे आश्चर्य कर्म करा जाए. ഇന്ന് രാത്രിയിൽ ഇവിടെ യേശുവിനെ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു അത്ഭുതങ്ങളെ ചെയ്യും. आज रात्रि एही स्थान रे जेहेतु आपण यीशु को मन करे तबे निश्चित रूपे आपनकर परिवार रे व्यक्तिगत जीवन रे अद्भुत हुए. ഒരു രോഗി യേശുവിനെ ഓർക്കുന്നുവെങ്കിൽ അവൻ അത്ഭുത രോഗശാന്തി ലഭിക്കും. जने रोगी यीशु को स्मरण कले निश्चित तांकर आरोग्य पाई आजी हुए. ഒരു മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തി യേശുവിനെ ഓർക്കുന്നുവെങ്കിൽ യേശു അവർക്ക് അത്ഭുത സൗഖ്യം കൊടുക്കും. मानसिक जंत्रणा रे जे कोनसी व्यक्ति अछंती तबे आज यीशु को स्मरण करी तांगो चामुरे रहिले निश्चित तांगर सुस्थता पाई परिबो. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ ഓർക്കുന്നുവെങ്കിൽ യേശു കർത്താവ് ആ വ്യക്തിയെ സഹായിക്കും. आर्थिक अभाव रे आर्थिक समस्या रे जो व्यक्ति बा परिवार अछंती आज यीशु को स्मरण करो तांगर अभाव रे धारण करिवे. എവിടെ ആര് യേശുവിനെ ഓർക്കുന്നോ അവിടെ എല്ലാ അത്ഭുതങ്ങൾ നടക്കും. जो स्थान रे यीशु को स्मरण करे जे तहा सही स्थान रे यीशु अद्भुत कार्य करंती. ഏത് യേശുവിനെയാണ് ഓർക്കേണ്ടത്? जे कौन से यीशु को माने स्मरण ദാവീദിന്റെ करियो. സന്തതിയായി ജനിച്ച യേശുവിനെ, दाऊदଙ୍କ संतान होई थिवा यीशु को അവന്റെ ജനനം തന്നെ അത്ഭുതങ്ങളായിരുന്നു. तांकर जन्म विषय मध्य जगत रे बड़ अद्भुत विषय अटे. അന്നത്തെ രാജാവായിരിക്കുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ അതൊരു സംസാര വിഷയമായി തീർന്നു. सईद राजा हेरोदଙ୍କ स्थान रे यहा बहुत विराट समस्या रो बड़ आश्चर्य विषय थिले. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേശു കർത്താവിന്റെ ജനനം അഥവാ രാജാവിന്റെ ജനനം അന്വേഷിച്ച് കടന്നുപോയ സമയത്തില് ഹെരോദാവ് ചോദിച്ചു, രാജാവായി പിറന്നവനെ എനിക്കും ഒന്ന് കാണണം. दक्षिण देश ठारू आसुथिवा समस्त विषय माने एपरी विषय करवा समय हेरोद राजांगो एमती पछारी गला जे യഹൂദ രാജ യേശു കേവുട്ടാരോ ചി തഹാ देखिବାକୁ ମୁଁ ଚାହୁଁଛି. വിദ്വാൻമാർ വിചാരിച്ചു രാജാവ് പിറക്കുന്നത് രാജ കൊട്ടാരത്തിലായിരിക്കുമെന്ന്. രാജാക്കന്മാർ എപ്പരി ആശാ କରୁଥିଲେ ଯେ ରାଜା जो രാജ മന്ദിରରେ ജന്മ ହୁଏ ବୋଲି. അതുകൊണ്ട് ആ പ്രദേശത്തിലെ രാജാവിന്റെ കൊട്ടാരം എവിടെയായിരുന്നു ആ കൊട്ടാരത്തിലേക്ക് യേശുവിനെ അന്വേഷിച്ച് ഇവർ കടന്നു ചെന്നു. ମାନେ ଶାସ୍ତ୍ରୀ ମାନେ ଯେତେବେଳେ ଯୀଶୁଙ୍କର ଜନ୍ମ ରାଜ ମନ୍ଦିରରେ ହୁଏ ତାହା ମନେ କରି ରାଜ ମନ୍ଦିରକୁ ମହଲ ଆଡକୁ ଚାଲିଗଲେ. യേശു കർത്താവിനെ അന്വേഷിച്ച് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഹെരോദാവ് ഞെട്ടിപ്പോയി. ଯୀଶୁଙ୍କୁ ଅନ୍ୱେଷଣ କରି ଯେ ରାଜମହଲ ଆଡକୁ ସେମାନେ ପହଞ୍ଚି ଗଲେ ସେ ଜାଗାରେ ସେମାନେ ପାଇ ପାରୁନଥିଲେ. ഞാൻ അറിയാതെ ഒരു രാജാവ് എന്റെ രാജ്യത്തിൽ പിറന്നിരിക്കുകയാണ്. ମୁଁ ରାଜା ଅଛି ମୁଁ ନ ଜାଣି ମୋର ଦେଶରେ ଆଉ ଗୋଟେ ରାଜା ଜନ୍ମ କେମିତି ହୋଇଅଛି. ഞാൻ അറിയാതെ ഒരു രാജാവ് എങ്ങനെയാണ് എന്റെ രാജ്യത്തിൽ പിറന്നിരിക്കുന്നത്? ମୁଁ ନ ଜାଣି ମୋ ରାଜ୍ୟରେ ଅନ୍ୟ ଜଣେ ରାଜା କିଭଳି ଭାବରେ ଜନ୍ମ ହୋଇଥାଏ. ആ വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ നക്ഷത്ര ഫലം അനുസരിച്ച് രാജാവ് പിറന്നത് അറിഞ്ഞുവെങ്കിൽ എന്നെ കൂടെ അറിയിക്കുക, എനിക്ക് വീട് ഒന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ଯାଜକମାନଙ୍କୁ ଏପରି କୁହାଗଲେ ଯେ ଯେହେତୁ ଆପଣ ମାନେ ଦେଖୁଛନ୍ତି ଜାଣିଛନ୍ତି ତେବେ ମତେ ବି କୁହ, ମୁଁ ବି ତା ପାଖକୁ ଯାଇ ତାକୁ ପ୍ରଣାମ କରିବି.
അവന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. ആ രാജാവെന്ന് പറഞ്ഞ തന്റെ അനന്തരാവകാശി അല്ലാത്ത ഒരു വ്യക്തിയെ ലഭിക്കുന്നുവെങ്കിൽ കൊന്നുകളയാൻ വേണ്ടിയിട്ടായിരുന്നു. କିନ୍ତୁ ପ୍ରଣାମ କରିବା ଉଦ୍ଦେଶ୍ୟରେ ନାହିଁ ଯେ ସେଇ ବ୍ୟକ୍ତିଙ୍କୁ ସେ ଶିଶୁକୁ ବଧ କରିବା ନିମନ୍ତେ ସେ ମନେ କରୁଥିଲେ. യേശു കർത്താവ് ജനിച്ചു എങ്കിൽ ഹെരോദാവിന് യേശുവിനെ കൊല്ലണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ଯେହେତୁ ଯୀଶୁ ଜନ୍ମଗ୍ରହଣ କରୁଛନ୍ତି ତାହା ମୁଁ ରାଜା ଥିବା ସମୟରେ ସେ ବଞ୍ଚିବାକୁ ନାହିଁ, ତାକୁ ବଧ କରିବା ପାଇଁ ସେ ଏଇଭଳି ଭାବରେ ଚିନ୍ତା କରୁଥିଲେ. ജനിച്ച സമയത്തിൽ തന്നെ സാത്താന്റെ ശക്തികൾ യേശു കർത്താവിനെ വിപരീതമായിട്ട് എഴുന്നേറ്റു. ଯୀଶୁ ଯେତେବେଳେ ଜନ୍ମ କଲେ ସେତେବେଳେ ଶୈତାନିକ ଶକ୍ତି ତା ବିରୁଦ୍ଧରେ ଉଠିଲେ. പക്ഷെ നമ്മുടെ ദൈവം സർവശക്തനാകൊണ്ട് വിദ്വാൻമാരെ മടങ്ങി ആ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാതെ മറ്റൊരു വഴിയായി തിരികെ അയച്ചു. କିନ୍ତୁ ସେଇଭଳି ସମୟରେ ଆ ଯୀଶୁଙ୍କୁ ବଧ କରିବା ପାଇଁ ଯେ ପ୍ଲାନ୍ କରାଗଲା, କିନ୍ତୁ ତା ପାଖକୁ ନ ପହଞ୍ଚିବା ପାଇଁ ଅନ୍ୟ ରାସ୍ତାରେ ପବିତ୍ର ଆତ୍ମା ତାକୁ നക്ഷത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വിദ്വാൻമാർ കടന്നു ചെന്ന് മൂര് പൊന്ന് കുന്തിരിക്കം കാഴ്ചവെച്ചു. କିନ୍ତୁ ଯୀଶୁଙ୍କ ସାମ୍ନାରେ ସେମାନେ ତାକୁ ପ୍ରଣାମ କରିବା ପାଇଁ ବହୁତ ଗୁଡ଼ିଏ ଜିନିଷ ତାଙ୍କ ପାଖକୁ ନେଇଗଲେ. ആമേൻ. അവർ വീണ്ടും നമസ്കരിച്ചതിന് ശേഷം മറ്റൊരു വഴിയായി തിരികെ കടന്നുപോയി. କିନ୍ତୁ ପ୍ରଭୁଙ୍କୁ ସେମାନେ ଯୀଶୁଙ୍କୁ ପ୍ରଣାମ କଲା ଉତ୍ତାରେ ଅନ୍ୟ ବାଟ ଦେଇ ସେମାନେ ଚାଲିଗଲେ. അവൻ ജനിച്ചത് സാധാരണ മനുഷ്യനായിട്ടത്രേ. କିନ୍ତୁ ପ୍ରଭୁ ଯୀଶୁ ସାଧାରଣ ମଣିଷ ରୂପେ ଜନ୍ମଗ୍ରହଣ କଲେ. യേശു കർത്താവ് രാജാവാണ് എങ്കിലും അവൻ യേശു ജനിച്ചത് സാധാരണ ഒരു മനുഷ്യനായിട്ടത്രേ. ଯୀଶୁ ରାଜା ହୋଇଥିବା ସାଙ୍ଗେ ସାଙ୍ଗେ ଗୋଟିଏ ସାଧାରଣ ମଣିଷର ସନ୍ତାନ ପରି ସେ ଜନ୍ମଗ୍ରହଣ କଲେ. തനിക്ക് ജനിക്കുവാൻ ഒരു ഭവനം സ്വന്തമായിട്ടില്ലായിരുന്നു. ତାକୁ ଜନ୍ମଗ୍ରହଣ କରିବାର ମଧ୍ୟ ନିଜ କୌଣସି ଘର ନଥିଲା. എന്നാൽ യേശു കാലി തൊഴുത്തിൽ പുൽക്കൂട്ടിൽ യേശു കർത്താവ് ജനിച്ചു. କିନ୍ତୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଏହିପରି ଯେ ଗାଈ ଗୁହାଳରେ ଯେତେବେଳେ ସେ ଜନ୍ମଗ୍ରହଣ യേശു କଲେ, കാലി തൊഴുത്തിൽ അവൻ പൂജാതനായി തീർന്നു. ସେ ଗାଈ ଗୁହାଳରେ ହିଁ ଜନ୍ମଗ୍ରହଣ କରୁଥିଲେ. ആ പൂജാതനായി തീർന്ന യേശു കർത്താവ് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യനായി ജീവിച്ചു. ସେହିଭଳି ଜନ୍ମଗ୍ରହଣ କରୁଥିବା ଯୀଶୁ ମଣିଷ ଜନ୍ମଗ୍ରହଣ କରି ଏବଂ ମଣିଷ ସ୍ୱରୂପେ ସେ ଜୀବନ ଯାପନ କଲେ. അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അതിശയത്തിന്റെ കരം ജനന സമയം മുതൽ തന്നെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ଯେତେବେଳେ ଜନ୍ମ ହେବା ସମୟଠାରୁ ଯୋଉ ହସ୍ତ ଥିଲା ତାହା ଆଜି ସୁଦ୍ଧା ଯୀଶୁଙ୍କ ସହିତ ଅଛି. ഒരു ശക്തിക്കും യേശുവിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. କୌଣସି ମନ୍ଦାତ୍ମ ଶକ୍ତି ଯୀଶୁଙ୍କୁ ମଧ୍ୟ କରିବା ପାଇଁ, କୌଣସି ନଷ୍ଟ କରିବା ପାଇଁ മനുഷ്യനായി യേശു ജനിച്ചു, വളർന്നു വലുതായി. ମଣିଷ ରୂପ ଧାରଣ କରି ପ୍ରଭୁ ଜନ୍ମଗ୍ରହଣ କଲେ. ସେଇଭଳି ଭାବରେ ବୃତ୍ତି ସାଧନ ହେଲା. 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനം സ്വീകരിച്ചു. 30 ବୟସ ଯେତେବେଳେ ପୂରଣ ହେଲା ପ୍ରଭୁ ଯୀଶୁ ବାପ୍ତିସ୍ମ ଗ୍ରହଣ କଲେ. യോർദാൻ നദിയിലേക്ക് ഇറങ്ങി യേശു കർത്താവ് സ്നാനം സ്വീകരിച്ചു. ଜୋର୍ଦାନ ନଦୀରେ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଓହ୍ଲେଇ ଆସି ସେ ବାପ୍ତିସ୍ମ ଗ୍ରହଣ କଲେ. സ്നാനം സ്വീകരിച്ചതിന് ശേഷം കാനായിലേക്ക് കടന്നു ചെന്ന് അത്ഭുതത്തെ ചെയ്തു. ବାପ୍ତିସ୍ମ ହେଲା ଉତ୍ତାରେ ଯେ କାନା ଦେଶକୁ ପହଞ୍ଚି ଯାଇ ମହାନ କାର୍ଯ୍ୟ ସେଠାରେ କଲେ. കാനായിലെ കല്യാണ വീട്ടിലെ യേശു കർത്താവ് അത്ഭുതത്തെ ചെയ്തു. କାନା ଦେଶର ଯେତେବେଳେ ବାହାଘର ଘରେ ପ୍ରଭୁ ମହା ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କଲେ. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന രോഗികളെ യേശു അത്ഭുതത്തെ ചെയ്തു. ଯୀଶୁଙ୍କ ପାଖକୁ ଆସିଥିବା ରୋଗୀମାନଙ୍କୁ ସେ ଆରୋଗ୍ୟ ପ୍ରଦାନ କଲେ. മണമില്ലാത്ത രുചിയില്ലാത്ത പച്ചവെള്ളത്തെ മണമും രുചിയുമുള്ള അതേ വളരെ മനോഹരമായ വീഞ്ഞാക്കി യേശു മാറ്റി. ବାସ ନଥିବାଟା ଗୁଣ ନଥିବାଟା ଯେଭଳି ପାଣିକୁ ସେ ମାନେ ପରିବର୍ତ୍ତନ କଲେ. അവൻ തകർന്നിരുന്ന കല്യാണ വീട്ടിൽ നിരാശയുടെ അനുഭവത്തിലായിരുന്ന സാഹചര്യത്തിൽ യേശു അവർക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു കൊടുത്തു. ଭାବ ଥିଲା ଯେ ସେ ଘରେ ପ୍ରଭୁ ମହାନ କାର୍ଯ୍ୟ କରି ସାନ୍ତ୍ୱନା ପ୍ରଦାନ କଲେ. തന്റെ അടുക്കൽ കടന്നു വന്ന രോഗികൾക്ക് അവൻ അത്ഭുത രോഗശാന്തി പകർന്നു കൊടുത്തു. ଯୀଶୁଙ୍କ ପାଖକୁ ଯୋଉ ରୋଗୀମାନେ ଆସି ପହଞ୍ଚିଲେ ସେମାନଙ୍କୁ ପ୍ରଭୁ ଆରୋଗ୍ୟ ପ୍ରଦାନ କରି ସେମାନଙ୍କୁ ଫେରାଇଲେ. അവൻ അനേക ശാപബന്ധനങ്ങളെ അഴിച്ചു മാറ്റി. ସେ ଅନେକ ପ୍ରକାର ବନ୍ଦିତ ଅବସ୍ଥାରେ ଥିବା ବନ୍ଧନରେ ତାକୁ ପିଠାଇ ଦେଇ ସ୍ୱାଧୀନତା ପ୍ରଦାନ କଲେ. യേശു കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തിയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ, ଯୀଶୁଙ୍କର ଯୋଉ ଅଦ୍ଭୁତ କାର୍ଯ୍ୟରେ ଆନନ୍ଦ କରିବା ପାଇଁ ଯାହାକୁ ନଥିଲା, യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൽ സന്തോഷിക്കുവാനും അംഗീകരിക്കുവാനും കഴിയപ്പെടാതെ, ଯୀଶୁ ଯାଇଥିବା ରାଜ୍ୟର ଆନନ୍ଦ ଅନୁଭବ କରିବା ପାଇଁ ଯାହାର ଅନୁଭୂତି ନଥିଲା, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കപ്പെടുന്ന റോമൻ സാമ്രാജ്യം യേശുവിന് വിപരീതമായി കരുക്കളെ നീക്കാൻ തുടങ്ങി. ସବୁଠାରୁ ଶକ୍ତିଶାଳୀ ଦେଶ ଯେ ରୋମିଓ ଦେଶ ଯୀଶୁଙ୍କ ବିରୁଦ୍ଧରେ ଉଠିଲେ. യേശു കർത്താവിന് വിപരീതമായിട്ട് അവർ സംഘം കൂടി. ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କ ବିରୁଦ୍ଧରେ ରୋମିଓ ଦେଶର ସମସ୍ତ କାର୍ଯ୍ୟକ୍ରମ ସହିତ ବିରୁଦ୍ଧରେ ଉଠିଲେ. ഏതുവിധേനയും യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ଯେକୌଣସି ମାଧ୍ୟମରେ ଯେକୌଣସି ମାର୍ଗରେ ଯୀଶୁଙ୍କୁ ବନ୍ଦୋବସ୍ତ କରିବା ପାଇଁ ସେମାନେ ପରିଶ୍ରମ କଲେ. യേശുവിനെതിരായിട്ട് അവർ കള്ളക്കേസുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ଯୀଶୁଙ୍କ ବିରୁଦ୍ଧରେ ସେମାନେ ମିଥ୍ୟା ସାକ୍ଷ୍ୟ କରିବାକୁ ଲାଗିଲେ. യേശു കർത്താവിനെ അവർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କୁ ସେମାନେ
ବାନ୍ଧି କରିବା ସେମାନେ ପରିଶ୍ରମ କଲେ। ഹന്നാവും കയ്യഭാവും ഒത്തൊരുമിച്ച് കൂടിയതിനു ശേഷം അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പ്രഖ്യാപിച്ചു. ହନ୍ନା ଏବଂ କୈୟଫା ସେମାନେ ଦୁଇ ଜଣ ମିଳିମିଶି ଯୀଶୁଙ୍କୁ ଏପରି ଭାବରେ ଆରେଷ୍ଟ କରିବା ନିମନ୍ତେ ପରିଶ୍ରମ କଲେ। രാത്രിയുടെ മറവിൽ യേശു കർത്താവിനെ അവർ അറസ്റ്റ് ചെയ്തു. जो अंधकार ସମୟରେ ରାତ୍ରିରେ ଯୀଶୁଙ୍କୁ ଏଭଳି ଭାବରେ ମାନେ ବନ୍ଦିସ୍ଥ ଅବସ୍ଥାରେ യേശുവിനെ അവർ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ଯୀଶୁଙ୍କୁ ସେମାନେ ବହୁତ ପ୍ରକାର ମାଡ଼ ମାରିଲେ, କରାଡ଼ ମାର ଦେଲେ। അലക്കുകാരൻ ഒരു തുണിയെ അലക്കിയെടുത്ത് തോളത്തിടുന്നത് പോലെ യേശുവിനെ അടിച്ചു പരിക്കേൽപ്പിച്ച ഒരു തുണി പോലെ എടുത്ത് പീലാത്തോസിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. ଯୋଉମାନେ କପଡ଼ା କାଚିବା ଲୋକଙ୍କ ପରି ସେ କପଡ଼ାକୁ ଯେମିତି କାଚିକି ସେ ନିଜକୁ କରୁଥାଏ, ଠିକ ସେଇପରି ଯୀଶୁଙ୍କୁ ସେମାନେ କରାଡ଼ ମାଡ଼ ଦେଇ ବହୁତ କଷ୍ଟ ପ୍ରଦାନ କଲେ। പീലാത്തോസ് പറഞ്ഞു, ഇവനെ അടിക്കേണ്ടത് അടിച്ചോ, ആകയാലട്ട് ഇവനെ ഇനി വെറുതെ വിട്ടുകൂടാ എന്ന് ചോദിച്ചു. କିନ୍ତୁ ପିଲାତ ଏପରି କହିଲେ ଯେ ଯେତେ ପ୍ରକାର ତମେ କରାଡ଼ ମାଡ଼ କରିପାରିବେ, କିନ୍ତୁ ଏଇଭଳି ନ କରିକି ତାକୁ ଛାଡ଼ ନାହିଁ। ജനങ്ങളൊക്കെ ഒന്നടങ്കം പറഞ്ഞു, ബറബാസിനെ വെറുതെ വിടുക, യേശുവിനെ ക്രൂശിക്കാം. ସମସ୍ତ ଲୋକମାନେ ଏପରି ଆହ୍ୱାନ କଲେ ଯେ ବରବାଙ୍କୁ ଛାଡ଼ି ଦିଅ, ଯୀଶୁଙ୍କୁ କ୍ରୁଶାର୍ପିତ କର। പിടിച്ചുപറിക്കാരനായ ബറബാസിനെ പുറത്തുവിടപ്പെടുക, കൊല്ലിവയ്പ്പുകാരനായ ബറബാസിനെ പുറത്തുവിടുക, കൊലപാതകനായ ബറബാസിനെ പുറത്തുവിടുക, യേശുവിനെ ക്രൂശിക്കാം. जो मंद कार्य करथिबा अन्य लोग बोध कर चलीथिबा दुष्ट लोग जो बरबांगु छाडी दियो एवं यीशु क्रिस्तु क्रूशार्पित करबरे सेमाने एपरि आह्वान कले। ആ ക്രൂരമായി പെരുമാറിയ സമയത്ത് പീലാത്തോസ് കൈ കഴുകി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു പിന്മാറിയപ്പോൾ അവർ ആർത്തു വിളിച്ചു, ഇവനെ ക്രൂശിക്കാ ക്രൂശിക്കാ ക്രൂശിക്കാ. एतेबेले यीशुଙ୍କ ଉପରେ कोनस प्रकार विषय न देखिबारे पिलातो जतबेले पानी रे हाथ धोई दे एपरि समर्पण कर देले लोकଙ୍କ सामने ଏହା ତୁମର ଇଚ୍ଛା ସେଇଭଳି ତୁମେ କର। ആ കർത്താവ് ക്രൂശുമരത്തെ ചുമന്നുകൊണ്ട് ഗോൽഗോഥയിൽ അവനെ ക്രൂശിച്ചു. ठीक ସେଇପରି जे ക്രൂശാർപ്പിത କରିବାର ମଧ୍ୟ ସେ ଗୋଲଗୋ ଜାଗାକୁ ସେମାନଙ୍କୁ ଜ୍ଞାନୀ ଗଲେ। പ്രകൃതി അതിന് സാക്ഷ്യം വഹിച്ചു. ସେତେବେଳେ ଯେ ସମସ୍ତ ପ୍ରାଣୀ ସମସ୍ତ ଲୋକ ତାହାକୁ ସାକ୍ଷାତ କଲେ। ദേശത്തിലാകമാനം ഇരുൾ വ്യാപിച്ചു. ସେ ଦେଶ ସାରା ସାରା ସମ୍ପୂର୍ଣ୍ଣ ଅନ୍ଧକାରରେ ପରିଣତ ହେଲା। അവിടെവിടെയായിട്ട് ഭൂചലനങ്ങൾ ഉണ്ടായി. ବିଭିନ୍ନ ସ୍ଥାନମାନଙ୍କରେ ଭୂମିକମ୍ପ ଲାଗିଲା। പ്രകൃതിക്ക് പോലും താങ്ങുവാൻ കഴിയപ്പെടാത്ത ദുഃഖമായിരുന്നു ആ സമയത്തിൽ അവിടെ സംഭവിച്ചത്. ଏ ଜଗତ ମଧ୍ୟ ତାହାର ସେ କ୍ରୂଶାର୍ପିତ ବେଳେ ଦୁଃଖିତ ହେଲେ। ആ സമയത്തിലും യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായോണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ସେତେବେଳେ ମଧ୍ୟ ଯେ ସେପରି ପ୍ରାର୍ଥନା କଲେ, ଏମାନେ ଯାହା କରୁଛନ୍ତି ନ ଜାଣିବାର ଏମାନଙ୍କୁ କ୍ଷମା ଦିଅ ପ୍ରଭୁ। ലോകത്തിൽ വെച്ച് ഇതുപോലെ ഒരു ശക്തിയേറിയ പ്രാർത്ഥന ഒരു സ്ഥലത്തു നിന്നും ആരും കേൾക്കേണ്ടുകയോ ആരും പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ସେଇଦିନ ପର୍ଯ୍ୟନ୍ତ ଏଭଳି ପ୍ରଭୁ ଯୀଶୁ ପ୍ରାର୍ଥନା କଲା ଭଳି କୌଣସି ପ୍ରାର୍ଥନା ଜଗତରେ ଏହା ପୂର୍ବରୁ କେବେ ବି କିଏ ବି ଶୁଣି ନଥିଲେ। യേശു കർത്താവ് അവൻ തന്റെ ശത്രുക്കളെ നോക്കി, തന്നെ ഉപദ്രവിച്ചവരെ നോക്കി, തന്നെ പിച്ചു ചീന്തിയവരെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ସେପରି ପ୍ରାର୍ଥନା କରି କହିଲେ, ଏମାନେ ଯାହା କରୁଛନ୍ତି ତାହା ନ ଜାଣିବାରୁ କ୍ଷମା ଦିଅ ପିତା ବୋଲି ପ୍ରାର୍ଥନା କଲେ। ഇന്ന് രാത്രി സമയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ദൈവത്തിന്റെ മക്കളെ, യേശു ജനിച്ചത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടത്രേ. യേശു ക്രിസ്തു ഈ പൃഥ്വിയുടെ ജന്മഗ്രഹണം കാങ്കി കൊല്ലെ जे മാനവ ജാതിയുടെ പുനരുത്ഥാന നിമിത്തം സെമാനങ്ങളുടെ പരിത്രാണ നിമിത്തം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടത്രേ യേശു ജനിച്ചത് മരിച്ചത്. സമസ്തଙ୍କ മാനവ ജാതിର ശാപഗ്രസ്ത ଠାରୁ ସେମାନଙ୍କୁ ଉଦ୍ଧାର କରିବାର ମଧ୍ୟ ପରିତ୍ରାଣ അവൻ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു. യേശു ക്രിസ്തു പിതാവിന്റെ നിക്കട്ടକୁ ତାଙ୍କର ଆତ୍ମାକୁ ସମର୍ପଣ କଲେ। ആ സാഹചര്യത്തിൽ തന്നെ മാനവരാശിക്ക് രക്ഷയുണ്ടായി. ସେ ଗୋଟିଏ କାର୍ଯ୍ୟ ଲାଗି ସମସ୍ତ ମାନବ ଜାତିଙ୍କ ନିକଟକୁ ପରିତ୍ରାଣ ପହଞ୍ଚାଇଲେ। അവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടത്രേ അവൻ അവസാനത്തുള്ളി ചോര വരെയും ഒഴുകിയത്. ସମସ୍ତ ମଣିଷ ପ୍ରାଣୀ ନିମନ୍ତେ ତାଙ୍କର ଶେଷ ଟୋପା ରକ୍ତ ପର୍ଯ୍ୟନ୍ତ ସେ അവസാനത്തുള്ളി ചോര വരെയും യേശു കർത്താവ് ഒഴുകിയത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടത്രേ. ସେ ସମସ୍ତ ଶରୀର ରକ୍ତର ଟୋପା ଯାଇ ଶେଷ ପର୍ଯ୍ୟନ୍ତ ମଣିଷମାନଙ୍କର ପାପର നിവാരണ നിമിത്തം ସେ ଭୋଗେଇଲେ। സകല ജാതി മത വർഗ വ്യത്യാസമെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടത്രേ യേശു ഈ രക്തത്തെ ഒഴുക്കിയത്. ସବୁ ପ୍ରକାର ଜାତି ବର୍ଗ ବର୍ଣ୍ଣ ବିନା ସମସ୍ତଙ୍କର ଉଦ୍ଧାର ନିମନ୍ତେ ହିଁ ପ୍ରଭୁ ଯୀଶୁ କାଲଭାରୀ କ୍ରୁଶରେ ସମର୍ପଣ କଲେ। ഇന്നലെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടത്രേ യേശു ക്രൂശിൽ മരിച്ചത്. ଆଜି ରାତ୍ରି ମୋତେ ଶ୍ରବଣ କରୁଥିବା ଶ୍ରവଣକାରୀ ଆପଣମାନଙ୍କ ନିମନ୍ତେ ମଧ୍ୟ ପ୍ରଭୁ କାଲଭାରୀ କ୍ରୁଶରେ ପ୍ରତ୍ୟାର୍ପଣ କଲେ। റോമൻ സാമ്രാജ്യം വിചാരിച്ചു മരണം കൊണ്ട് സകലവും തീർന്നുപോയി എന്ന്. റോമിയോ
देशांतर लोक एपरी भावुतले जे यीशुको वध करवा संगे संगे ए तांको राज्य എന്നാൽ യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. यीशु क्रिस्तको काल्वरी क्रूसरे जे अर्पण कला उतारे जे तृतीय दिने भूमिर गर्भस्थान पुनरुत्थान होई से जीवित परि उठिले. റോമൻ സാമ്രാജ്യത്തിന്റെ ഇംപീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. रोमियो राज्यर जे इंपीरियल जो मुद्रांकित को भांगी दे यीशु क्रिस्त पुनरुत्थान कोले. ഇന്നും യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. आज सुधा प्रभु यीशु क्रिस्त पिताଙ୍କ दक्षिण पार्श्വ അവമാനଙ୍କ मध्ये ബാധാനുബാധ କରି रोगी ଅଛନ୍ତି. ആകയാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. दाऊद चित्कार କରି କହିଲେ जे दाऊदକୁ ସନ୍ତାନ ହୋଇ ଜନ୍ମ ଗ୍ରହଣ କରି ମରି ଯାଇଥିବା ପୁନରୁତ୍ଥାନ କରିତେ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ହିଁ ମୋର ସୁସମାଚାର ବୋଲି ଯେ ଏପରି ସୁସମାଚାର କଲେ. ആ യേശു കർത്താവ് മരിച്ചതിനു ശേഷം ഉയർത്തെഴുന്നേറ്റവനത്രേ. ଯୀଶୁ ଖ୍ରୀଷ୍ଟ ମୃତ୍ୟୁବରଣ କଲେ ଯେ କିନ୍ତୁ ତୃତୀୟ ଦିନରେ ପୁନରୁତ୍ഥിତ ହୋଇ ଅଛନ୍ତି. ആകയാൽ അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଏପରି କହିଲେ, ମୁଁ ପୁନରୁତ୍ଥାନ ଜୀବନ ହେଉଛି ବୋଲି ସମସ୍ତଙ୍କ ସାମ୍ନାରେ ପ୍ରକାଶିତ କଲେ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമെന്ന് യേശു പറഞ്ഞു. പുനരുത്ഥാന ജീവന ବୋଲି ସମସ୍ତଙ୍କ ഒരു മനുഷ്യനെ ସାମ୍ନାରେ କଲେ. ഒരു മനുഷ്യനെ പുനരുത്ഥാനം കൊടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ଜଣେ ବ୍ୟକ୍ତିଙ୍କୁ ପୁନରୁତ୍ଥାନ ଶକ୍ତି ଦେବା ପାଇଁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କୁ ହିଁ ସାଧ୍ୟ ହୁଏ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യേശു പറഞ്ഞു. ଯେଉଁମାନେ ମୋ ଠାରେ ବିଶ୍ୱାସ କରେ ସେ ମୃତ୍ୟୁବରଣ କଲେ ବି ବଞ୍ଚିତ ରହିବ ବୋଲି ସେ କହୁଥିଲେ. കടൽക്കരയിൽ മാത്രമല്ല യേശു അത്ഭുതം ചെയ്തത്. ସମୁଦ୍ର କୂଳରେ କେବଳ ନୁହେଁ, ଯୀଶୁ ବିଭିନ୍ନ ସ୍ଥାନ ମାନଙ୍କରେ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କଲେ. വീട്ടിനകത്ത് മാത്രമല്ല യേശു അത്ഭുതം ചെയ്തത്. ପ୍ରତ୍ୟେକ ଗୋଟିଏ ସ୍ଥାନରେ ସମ ପ୍ରକାର ସ୍ଥାନରେ ସେ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ അവൻ କରୁଛନ୍ତି. മലയുടെ മുകളിൽ മാത്രമല്ല യേശു അത്ഭുതം ചെയ്തത്. ପାହାଡ଼ ପର୍ବତ ଅଞ୍ଚଳରେ କେବଳ ନୁହେଁ, ବିଭିନ୍ନ ସ୍ଥାନ ମାନଙ୍କରେ ମଧ୍ୟ ସେ ଆଶ୍ଚର୍ଯ୍ୟ କାର୍ଯ୍ୟ କରୁଛନ୍ତି. വെള്ളത്തിന്റെ മീതെ മാത്രമല്ല യേശു അത്ഭുതം ചെയ്തത്. ସମୁଦ୍ର ଉପରେ ତାହା ନୁହେଁ, ଅନ୍ୟ ସ୍ଥାନରେ ମଧ୍ୟ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କରୁଅଛନ୍ତି. ഈ ലോകത്തിലെ സകല പേര് തോറ്റുപോകപ്പെടുന്ന കല്ലറയുടെ മധ്യത്തിലും യേശു അത്ഭുതത്തെ ചെയ്തു. ସମସ୍ତ ଲୋକ ମରିଯାଇଛି, ସେମାନେ ସେ ସମାଧି ଜାଗାରେ ଶେଷ ହୋଇଥାଏ, କିନ୍ତୁ ସେ ଯୀଶୁ ସେଇଠି ଶେଷ ହୋଇନାହିଁ, ସେଠାରୁ ଆରମ୍ଭ କଲେ. മരണത്തിന്റെ മുമ്പിൽ കല്ലറയുടെ മുമ്പിൽ മനുഷ്യൻ തോറ്റുപോയിട്ടുണ്ട്. ଯୋଉ ମଣିଷମାନେ ମୃତ୍ୟୁ ସହିତ ସମାଧି ଜାଗାରେ ଶେଷ ହୋଇଥାଏ, କିନ୍ତୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ସେଇଠି ଶେଷ ହୋଇନାହାନ୍ତି. എന്നാൽ യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനാകൊണ്ട് ഇന്നും മനുഷ്യനെ നിത്യജീവൻ കൊടുക്കുവാൻ യേശുവിന് കഴിയും. प्रभु यीशु ख्रीष्ट मृत्यु और सब मरण को विजय हासिल करी आज सुधा पुनरुत्थित होई पिताଙ୍କ ନିକଟରେ ଅଛନ୍ତି. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കാം. ଯୋଉମାନେ ଯୀଶୁ ଠାରେ ବିଶ୍ୱାସ କରେ ସେ ମୃତ୍ୟୁବରଣ କଲେ ବି ସେ പുനരുത്ഥിତ ହୋଇ ଜୀବିତ ହୁଏ. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് അവൻ തിരുമേശയുടെ അടുക്കൽ വരുന്ന ദൈവമൈകൾ തീ മരിച്ചാലും ജീവിക്കാം. ଯୋଉମାନେ ମନ ପରିବର୍ତ୍ତନ କରି ପରିତ୍ରାଣ କରି ବାପ୍ତିସ୍ମ ଗ୍ରହଣ କରି ଓ ସୁସମାଚାର ସଂଘରେ ସାମିଲ ହେଲେ ସେ ନିଶ୍ଚିତ ଯୀଶୁଙ୍କର ଶକ୍ତି ଆଡକୁ ସେ ପହଞ୍ଚି ଯାଏ. മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെട്ടിരിക്കണം. ଯୋଉମାନେ ମନ ପରିବର୍ତ୍ତନ କରୁଛୁ ସେମାନେ ବାପ୍ତିସ୍ମ ଗ୍ରହଣ କରିବା. സ്നാനപ്പെട്ടവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കണം. ଯୋଉମାନେ ଗ୍ରହଣ କରୁଛନ୍ତି ସେମାନେ ପବିତ୍ର ଆତ୍ମା ପାଇବା ନିମନ୍ତେ ପ୍ରାର୍ଥନା କରିବାର ଅଛି. സ്നാനം സ്വീകരിച്ചവൻ തിരുമേശയിൽ പങ്കുള്ളവരായിരിക്കണം. ବାପ୍ତିସ୍ମ ଗ୍ରହଣ କରିବା ଲୋକ ପ୍ରଭୁ ଯେ ଆଡକୁ ସେମାନେ ପ୍ରଭୁ ଯେ ଆଡକୁ ପହଞ୍ଚି ଯିବାର ଅଛି. ലാസറിന്റെ കല്ലറയിൽ ചെന്ന് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ଲାଜରଙ୍କୁ ଯୋଉ ସମାଧି ଜାଗା ନିକଟକୁ ଯାଇ ଏପରି ଆହ୍ୱାନ କଲେ, ଲାଜର ବାହାରୁ ଆସ. യേശുവിന് കല്ലറയുടെ മേൽ അധികാരമുണ്ട്. ଯୀଶୁଙ୍କୁ ଯୋଉ ଲାଜରଙ୍କୁ ଯୋଉ ସମାଧି ଉପରେ ମଧ୍ୟ ଅଧିକାର നിങ്ങളുടെ ରହିଛି. രോഗങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. ଆପଣମାନଙ୍କର ସମସ୍ତ ରୋଗ ଉପରେ ପ୍ରଭୁଙ୍କର ଅଧିକାର ରହିଛି. നിങ്ങൾ അനുഭവിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. ଆପଣମାନେ ଯେକୌଣସି ଦୁଷ୍ଟାତ୍ମାଙ୍କର ଆଘାତ ହୋଇଛି ସେଥିରେ ମଧ୍ୟ ଯୀଶୁଙ୍କର ଅଧିକାର ରହିଛି. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളെ പണിയോ. ଆଜି ସୁଦ୍ଧା ଆପଣମାନେ ଭରସା କରନ୍ତି, ଯୀଶୁ ଆପଣମାନଙ୍କର ସାହାଯ୍ୟ କରନ୍ତି. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാം. ଆଜି ରାତ୍ରି ବି ବିଶ୍ୱାସ କରନ୍ତୁ, ଆପଣଙ୍କର ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କରି ଦିଆଯାଏ. ഇന്ന് രാത്രി ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒത്തിരി സഹോദരന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ଆଜି ରାତ୍ରି ମୁଁ କେବଳ ନୁହେଁ, ମୋ ସହିତ ଅନେକ ଭାଇମାନେ ମଧ୍ୟ ସାମିଲ ହୋଇଛନ୍ତି. ഒത്തിരി മിഷൻ ട്രെയിനീസ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ଅନେକ ଲୋକମାନେ ମଧ୍ୟ ଏ ସ୍ଥାନରେ ପହଞ୍ଚି ഈ ଯାଇଅଛନ୍ତି. പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ଏଇ ଦେଶ ପାଇଁ ଏ ରାଜ୍ୟ ପାଇଁ ପ୍ରାର୍ଥନା କରିବା ഈ കടന്നു വന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ଏଇଠାରେ ଆସିଥିବା ପ୍ରଭୁଙ୍କର ଲୋକମାନଙ୍କୁ ମଧ୍ୟ ପ୍ରାର୍ଥନା କରିବା ପାଇଁ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാം. ଆମେ ମିଳିତ ଭାବରେ ପ୍ରାର୍ଥନା କରିବୁ, ସେତେବେଳେ ଆପଣମାନଙ୍କୁ ମଧ୍ୟ ପ୍ରଭୁ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ କରନ୍ତି. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ഭുതത്തെ ചെയ്യാം. ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଆପଣମାନଙ୍କ ପାଇଁ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ ନିଶ୍ଚିତ କରନ୍ତି.
നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയപ്പെടുമോ? ଆପଣ ମାନେ ଆଜି ବିଶ୍ୱାସ କରିପାରିବେ କି ରାତିରେ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിശയങ്ങൾ സംഭവിക്കാം. ବିଶ୍ୱାସର ଭରସାର ସହିତ ପ୍ରାର୍ଥନା କଲେ ନିଶ୍ଚିତ ଆପଣ ମାନେ ଲାଭ ପାଇବ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിശയങ്ങളെ ചെയ്യാം. ବିଶ୍ୱାସର ସହିତ ଆପଣ ମାନେ ପ୍ରାର୍ଥନା କଲେ ନିଶ୍ଚିତ ଆପଣ ମାନଙ୍କର ବିଷୟ ଉପରେ କାର୍ଯ୍ୟ କରନ୍ତି.